ശ്രീ ഗിരീഷ് കുമാർ, ഇപ്പോൾ ADGP റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എതിരഭിപ്രായമാണ് എന്നറിയാം. അതിൽ നമ്മൾക്ക് പുറത്തേക്ക് വരുന്ന വിവരമനുസരിച്ച് SP-യുടെ പരിചയക്കുറവ്, അങ്കിത് അശോകിന്റെ പരിചയക്കുറവ് മൂലം സംഭവിച്ച കുഴപ്പങ്ങൾ എന്നതാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ആ നിലയ്ക്ക് എടുക്കാത്തത്? അതിലപ്പുറം പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇതിൽ കാര്യമായ പങ്കുണ്ട്. മുകളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം നടത്തിയ പൂരം കലക്കലാണ് എന്ന അഭിപ്രായമാണോ? ഇതിൽ പൂരം കലക്കിയെന്ന് പറയുന്നതിൽ SP-ക്ക് ഞാനിതിൻ്റെ റിപ്പോർട്ടൊന്നും എനിക്ക് കിട്ടാൻ ഇടയാക്കിയിട്ടില്ല. പക്ഷേ ഈ പൂരം കലക്കിയത് SP മാത്രമാണെന്ന് പറയുന്നതിൽ യോജിക്കുന്ന ഒരാളല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ SP ഈ കഴിഞ്ഞ വർഷവും 2024 പൂരവും ഈ അങ്കിത് അശോകൻ തന്നെയാണ് പൂരം നടത്തിയത്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ വർഷമുണ്ടായ അതേ പ്രശ്നങ്ങൾ ഇത്തവണ ആവർത്തിച്ചു. അത് ഞങ്ങൾ പലവട്ടം പല മീറ്റിങ്ങുകളിലും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ വട്ടം ഉണ്ടായ കാര്യങ്ങൾ വളരെ വ്യക്തമായി അക്കട്ട് അത് നമുക്ക് ഇത്തവണ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള പല മീറ്റിങ്ങുകളിലും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും നടന്നിട്ടുള്ള മീറ്റിങ്ങുകളിലെല്ലാം നമ്മൾ പറഞ്ഞ് അതിന് അനുമതി വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷേ പൂരം തുടങ്ങിയപ്പോൾ അതിന് വീണ്ടും അതേ തരത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും വലിയൊരു തെളിവെന്ത് പറയാൻ വെച്ച് കഴിഞ്ഞാൽ പൂരത്തിൻ്റെ തലേന്ന്, അതായത് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് തൃശ്ശൂർ പൂരം പ്രദർശന നഗരിയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ടിക്കറ്റ് എടുക്കുന്ന ഒരു ദിവസമാണ് അന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് 5 മണിയോട് കൂടിയിട്ട് പൂരത്തിൻ്റെ ആ പ്രദർശന നഗരിയിലേക്ക് അവിടെ പൂര പ്രദർശന നഗരിയിൽ ഒരു എയ്ഡ് പോസ്റ്റ് ഉണ്ട്. ആ എയ്ഡ് പോസ്റ്റിൽ ഒരു DYSPക്ക് അതിന് ചാർജുമുണ്ട്. പക്ഷേ അദ്ദേഹം ഒന്നും അറിയാണ്ട് ഒരു പറ്റം പോലീസുകാർ വന്ന് ഈ പ്രദർശന നഗരി അങ്ങോട്ട് ക്ലോസ് ചെയ്യാണ്. ടിക്കറ്റ് കൗണ്ടർ അടച്ചു. പ്രദർശന നഗരിയിൽ ഉള്ളിലുണ്ടായിരുന്നവരെ മുഴുവൻ പുറത്താക്കി. ഇനി 10 മണിക്ക് ശേഷം മതി എന്നാണ് പറഞ്ഞത്. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വന്ന ആൾക്കും അറിയില്ല, പോയ ആൾക്കും അറിയില്ല. അപ്പോൾ നിലവിലുള്ള DYSP ഇവരെടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ ഈ എയ്ഡ് പോസ്റ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ ഞാനിവിടെ ഇരിക്കുകയാണ്, എനിക്കിതിനെക്കുറിച്ച് ഒരു അറിവും തന്നിട്ടില്ലല്ലോ, നിങ്ങൾ ആരൊക്കെയാണ്, ആരാണ് നിങ്ങളെ വിട്ടത്, അത് നിങ്ങൾ പറയണം, പറഞ്ഞല്ലാണ്ട് ഇവിടെ തടയാൻ പറ്റില്ല എന്ന് ആ DYSP നിർബന്ധിച്ചപ്പോൾ ഇവർ അവിടെ നിന്നും മാറി പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഈ ഇതിലേക്ക് വരുന്ന ഭാഗത്ത് ഒരു കയറ് കെട്ടുകയാണ്. ശരി, ശ്രീ ഗിരീഷ് കുമാർ, ഞാൻ താങ്കളിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.